ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പിരി പിരി അൽഫാം മന്തിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് സവോള, ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ചെടുത്ത് മാറ്റി വെക്കുക. അടുത്തതായി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനായി ഒരു 2 ടീസ്പൂൺ മന്തി മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ചെറിയ ജീരകം, വലിയ ജീരകം, ഉണക്ക നാരങ്ങ, ഉണക്കമുളക്, ഇത്രയും ഐറ്റംസ് നല്ലപോലെ വഴറ്റിയ ശേഷം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. അതാണ് കേട്ടോ ഈ ഒരു പൗഡർ. അതിനുശേഷം ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല, ഒരു 2 ടേബിൾ സ്പൂണ് തൈര്, ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള മിശ്രിതവും കൂടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസ്, അതേപോലെ തന്നെ ഒരു മാഗി ക്യൂബ്, ഒരു 1/4 ടീസ്പൂണ് റെഡ് ഫുഡ് കളറും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തതായി ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇതിൽ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. കാരണം ആ ഒരു ചിക്കനിലേക്ക് നല്ലപോലെ മസാല ഇറങ്ങുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു 3-4 അവർ വെക്കാം. ഏറ്റവും നല്ലത് ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ്. അതാകുമ്പോൾ ചിക്കനിലേക്കൊക്കെ മസാല ഇറങ്ങി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് റൈസിനുള്ള പ്രിപ്പറേഷൻ നോക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ ബസ്മതി റൈസ് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം ചൂടായി വരുമ്പോൾ ഒരു ഉണക്ക നാരങ്ങ, 2 പട്ട, പിന്നെ ഒരു 3 ഏലക്കായ, പിന്നെ ഒരു 3 ഗ്രാമ്പൂ, പിന്നെ കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടിയിട്ട് ആ ഒരു വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് മൂടി വെക്കാം. ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരിയും കൂടി ഇട്ട് കൊടുത്ത് മൂടി വെക്കാം. റൈസ് നമുക്ക് അധികം വേവ് വേണ്ട കേട്ടോ. ഒരു 3/4 വേവ് ആകുമ്പോഴത്തേനും നമുക്ക് ഊറ്റിയെടുക്കാം. കാരണം കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ 3/4 വേവ് ആകുമ്പോഴത്തേനും മാറ്റി വെക്കാണ് കേട്ടോ. അടുത്തതായി നമുക്ക് ചിക്കൻ നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് 2 പുറം നല്ലപോലെ വേവിച്ചെടുക്കാം. പിന്നെ ഒരു കാര്യം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. ഈ ഒരു പെരി പെരി അൽഫാമിനെ ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ അത് ഈ സോസാണ് കേട്ടോ. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഗാർലിക് ഇതിൽ യൂസ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂൺ കുത്തുമുളകും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ഒരു സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിൽ ഇപ്പം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് നമുക്ക് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതും ചെയ്തെടുക്കുന്നത്. അപ്പം അതിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് എല്ലാ ചിക്കൻ്റെ മുകളിലും ഒന്ന് നന്നായിട്ട് എല്ലായിടത്തും തട്ടുന്ന രീതിയിൽ പുരട്ടി കൊടുക്കുക. ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചതിന് ശേഷം ചിക്കൻ തിരിച്ചിട്ട് കൊടുത്ത് ആ തിരിച്ചിട്ട ഭാഗത്തും കൂടി ആ സോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് സോസ് കോട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
മൊത്തത്തിൽ നമുക്ക് മന്തി സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രം വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ സെറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം റെഡ് ഫുഡ് കളറും കുറച്ച് തൈര് എടുത്തിട്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കലക്കിയതിന് ശേഷം ആ ഒരു മിശ്രിതം കൂടി ഇതിലൊഴിച്ച് കൊടുക്കുക കേട്ടോ. ഇനിയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ്. അതൊരു ടേബിൾ സ്പൂണ് ഇതിലൊഴിച്ച് കൊടുക്കണം കേട്ടോ. അവസാനമായി ഒരു 4 പച്ചമുളക് ഈ ഒരു റൈസിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കോട്ട് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ചിക്കനും കൂടി ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് എടുത്തു വെച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് മന്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം അല്ലേ. ഒരു കുഞ്ഞി ബൗൾ അതിലേക്ക് ഇറക്കി വെച്ച് ചാർക്കോളും കത്തിച്ച് അതിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 5-10 മിനിറ്റ് മൂടി വെക്കാം. ഇത് നമ്മുടെ പെരി പെരി അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. കാരണം അടിപൊളി റെസിപ്പിയാണേ. നന്നായി സ്മോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെച്ച് ഈ ഒരു റൈസ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു സോസും ഓയിലും ഒക്കെ നല്ല പോലെ മിക്സ് ആവുന്ന രീതിയിൽ റൈസ് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാവേ. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കഴിക്കേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിൽ കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സോസും ഓയിലും ഒക്കെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാവും, ഈ റൈസിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.